ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേത് നല്ല രുചിയുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് വെറും 3 ചേരുവകൾ വെച്ചിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിന് നമുക്ക് നേരത്തെ തന്നെ മാവ് കൂട്ടി വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. നമ്മളിതിലേക്ക് സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതിലേക്ക് നമുക്ക് ഏത് കറിയുടെ കൂടെയും സെർവ് ചെയ്യാം. മുട്ടക്കറിയുടെ കൂടെയും കിഴങ്ങ് കറിയുടെ കൂടെയൊക്കെ ഇത് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ കുറച്ച് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല, കുറച്ച് തേങ്ങ ചിരവി എടുത്തതാണ്. ഇത് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ അത് എത്രയാണുള്ളത് അത് ചേർത്ത് കൊടുത്തിട്ട് ബാക്കി നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ എടുത്താൽ മതി. ഒരുപാട് തേങ്ങാപ്പാൽ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാനിതിലേക്കൊരു 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് തേങ്ങാപ്പാൽ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ഇതിന് തേങ്ങാപ്പാൽ എടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് മിക്സിയുടെ വലിയ ജാറിലേക്കാണ് അരിച്ചൊഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ ഒരു തേങ്ങ അരച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പാലൊക്കെ ഒന്ന് എടുക്കണം. അപ്പോൾ ഞാനിവിടെ തേങ്ങ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ പാല് മുഴുവനായിട്ടും ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇത്രയും തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചരിയാണ്. നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന പച്ചരി തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് തയ്യാറാക്കി എടുക്കുമ്പോൾ തലേ ദിവസം രാത്രി തന്നെ വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെക്കണം. അതല്ല ഈവനിങ്ങിനാണ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ രാവിലെ വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പച്ചരി രാത്രി കുതിർക്കാൻ വെച്ചതായിരുന്നു. അത് നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ ഊറ്റിയെടുത്തതാണ്. ഇനി നമുക്ക് ഈ ഒരു തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു മിക്സിയിലേക്ക് ഈ ഒരു പച്ചരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഒട്ടും തരിയൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ലൂസായിട്ടുള്ളൊരു മാവാണ് നമുക്ക് വേണ്ടത്. ഇത് കുറച്ച് ടൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കറക്കിയിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്കിത് നന്നായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ അപ്പം ചൂടുന്ന ഒരു ദോശക്കല്ല് അത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെക്കാം. വെറും ഒരു 30 സെക്കൻഡോടെ നമ്മുടെ അപ്പം റെഡി ആയിട്ട് കിട്ടും കേട്ടോ. വളരെ കട്ടി കുറഞ്ഞ നല്ല നൈസായിട്ടുള്ളൊരു അപ്പമാണിത്. നല്ല ടേസ്റ്റിയാണിത്. ഇത് മുഴുവനായിട്ടും നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു അപ്പം ഞാനിവിടെ മുഴുവനായിട്ടും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള ഈസി റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്